ഒരു രാഷ്ട്രത്തലവന്റെ ജന്മദിനം സാധാരണയായി ആശംസകളുടെയും ആഘോഷങ്ങളുടെയും ദിവസമാണ്. പക്ഷെ അമേരിക്കയിൽ 80ാം പിറന്നാൾ ആഘോഷം ഒരു രാഷ്ട്രീയ സന്ദേശമായി മാറുമ്പോൾ ലോകം അത് കൗതുകത്തോടെയും ആശങ്കയോടെയും നോക്കുകയാണ്. വൈറ്റ് ഹൗസിന്റെ പച്ച പുൽമൈതാനം അവിടെ ദേശീയ ആഘോഷങ്ങളോ നയതന്ത്ര വിരുന്നുകളോ അല്ല, പകരം ഒരു UFC പോരാട്ട വേദി. അമേരിക്കയുടെ ചരിത്രവും അധികാരത്തിന്റെ പ്രതീകവുമായ വൈറ്റ് ഹൗസിനെ ഒരു പോരാട്ടക്കളമായി മാറ്റിയ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇപ്പോൾ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ 250ാം വാർഷികാഘോഷങ്ങളുടെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 80ാം പിറന്നാളിന്റെയും ഭാഗമായി വൈറ്റ് ഹൗസിന്റെ സൗത്ത് ലോണിൽ UFC ഫ്രീഡം 250 എന്ന പേരിൽ പോരാട്ട മത്സരം സംഘടിപ്പിക്കുകയാണ്. വൈറ്റ് ഹൗസ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രൊഫഷണൽ കായിക മത്സരം അവിടെ നടക്കുന്നതും ഇതോടെയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ജൂൺ 14-നാണ് 80 വയസ്സ് തികയുന്നത്. അന്ന് അല്പം രക്തം കണ്ട് ആഘോഷിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അതിനായി വൈറ്റ് ഹൗസിന്റെ തെക്കുഭാഗത്തുള്ള പുൽത്തകിടിയിൽ 92 അടി ഉയരത്തിൽ ദ ക്ലോ എന്ന പേരിൽ പടുകൂറ്റൻ കൂടാരം ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു ഗോതയും. ആയോധന കലകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ലാസ് വേഗസ് ആസ്ഥാനമാക്കിയുള്ള കമ്പനിയായ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 14 താരങ്ങൾ അവിടെ പരസ്പരം ഏറ്റുമുട്ടും. UFC ഫ്രീഡം 250 എന്നാണ് ഈ പരിപാടിക്ക് ട്രംപ് സർക്കാർ ഇട്ടിരിക്കുന്ന പേര്.